നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളും ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയും ഇന്ന് കടുത്ത ഭീഷണിയിലാണ്. ഇതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്തൊരു പോരാട്ടത്തിന് ഇന്ത്യ സഖ്യം ഒന്നിച്ചണിനിരക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഈ രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കേവലം ഒരു രാഷ്ട്രീയ കൂട്ടായ്മയ്ക്കപ്പുറം ഈ രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായുള്ള ഒരു വൻമതിലായി ഇന്ത്യ സഖ്യം മാറിയിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ നെഞ്ചിൽ തീക്കനൽ കോരിയിട്ട നീറ്റ് പരീക്ഷ, അതുപോലെ CBSE പരീക്ഷ, ഇതിലൊക്കെ ഉണ്ടായ വിവാദങ്ങളിൽ ഒടുവിൽ പ്രതിപക്ഷം കടുത്ത തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഒരൊറ്റക്കെട്ടായി ഉറച്ച ശബ്ദത്തോടെയാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പരീക്ഷാ നടത്തിപ്പിൽ അഴിമതിയും അനാസ്ഥയും വഴി വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് ചൂതാടിയ ഈ മന്ത്രിയെ രാജിവെപ്പിച്ചിട്ട് ഇനി പ്രതിപക്ഷം അടങ്ങൂ എന്ന അതിശക്തമായ സന്ദേശമാണ് അവർ നൽകുന്നത്. AICC അധ്യക്ഷൻ മല്ലികാർജുന ഖർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന നിർണായക യോഗത്തിൽ കശ്മീർ മുതൽ കേരളം വരെയുള്ള 25 രാഷ്ട്രീയ പാർട്ടികളാണ് പങ്കെടുത്തത്. കേവലം ഒരു രാഷ്ട്രീയ കൂട്ടായ്മയ്ക്കപ്പുറം ഈ രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായുള്ള ഒരു വൻമതിലായി ഇന്ത്യ സഖ്യം മാറിയിരിക്കുന്നു. യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള CPM നേതാവ് ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ച കൃത്യമായ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും ഉൾക്കൊണ്ടു എന്നത് ഈ കൂട്ടായ്മയുടെ ആഭ്യന്തര ജനാധിപത്യത്തെയും കെട്ടുറപ്പിനെയും അടിവരയിട്ട് കാണിക്കുകയാണ്. ഭിന്നതകളില്ലാതെ ഒരേ ലക്ഷ്യത്തോടെ 5 അതിപ്രധാന തീരുമാനങ്ങളാണ് യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി വിട്ടുവീഴ്ചയ്ക്കില്ല. ജനങ്ങളുടെ വോട്ടവകാശത്തെ പോലും അട്ടിമറിക്കുന്ന നീക്കങ്ങൾക്കെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സഖ്യം ഉടൻ കത്തയക്കുകയാണ്. അതോടൊപ്പം ഈ രാജ്യം പൊറുതിമുട്ടുന്ന വിലക്കയറ്റം, കടുത്ത തൊഴിലില്ലായ്മ, കർഷകരുടെ കണ്ണീര് എന്നിവയിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി സർവകക്ഷി യോഗം വിളിച്ചേ മതിയാകൂ. വരാനിരിക്കുന്ന പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ഭരണപക്ഷത്തിന് അത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ് ഈ തീരുമാനങ്ങൾ വ്യക്തമാക്കുന്നത്. മല്ലികാർജുൻ ഖർഗെയുടെ ഓഫീസിൽ ദിവസവും രാവിലെ യോഗം ചേർന്ന് സഖ്യം തന്ത്രങ്ങൾ മെനയാൻ പോവുകയാണ്. സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ പാർലമെന്റിൽ അണുവിട ചലിക്കാനാകാത്ത വണ്ണം പ്രതിരോധിക്കാൻ പ്രതിപക്ഷം സജ്ജമായി കഴിഞ്ഞു. ഈ പോരാട്ടം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി മുതൽ എല്ലാ 2 മാസം കൂടുമ്പോഴും ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ഒത്തുകൂടാൻ പോവുകയാണ്. അടുത്ത നിർണായക യോഗം ഒക്ടോബർ 8-ന് ഹൈദരാബാദിൽ വെച്ച് നടക്കുകയാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യം അപകടത്തിലാണെന്ന ആശങ്കകൾക്കിടയിലും ഈ ഒരുമ വലിയൊരു പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകുന്നത്. അധികാരികളുടെ അഹങ്കാരത്തിന് മുന്നിൽ തലകുനിക്കാത്ത 25 പാർട്ടികളുടെ ഈ മഹാസഖ്യം രാജ്യത്തെ സാധാരണക്കാരുടെ ഒരു ശബ്ദമായി മാറുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടം തെരുവുകളിൽ നിന്ന് പാർലമെന്റിലേക്ക് ആളിപ്പടരുമ്പോൾ നീതി നടപ്പിലാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് രാജ്യമുള്ളത്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും ഭരണഘടനാ സ്ഥാപനങ്ങളും വലിയ അപകടത്തിലാണെന്ന ആശങ്കകൾക്കിടയിലും 25 പാർട്ടികളുടെ ഈ ഒരുമ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. അധികാരികളുടെ അഹങ്കാരത്തിന് മുന്നിൽ തലകുനിക്കാത്ത ഈ മഹാസഖ്യം രാജ്യത്തിൻ്റെ യഥാർത്ഥ ശബ്ദമായി മാറുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പോരാട്ടം തെരുവുകളിൽ നിന്ന് പാർലമെന്റിലേക്ക് ആളിപ്പടരുമ്പോൾ രാജ്യത്ത് നീതി നടപ്പിലാക്കുമെന്നും ഈ ജനവിരുദ്ധ ഭരണകൂടത്തിന് ജനങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്നും നമുക്ക് ഉറച്ചു വിശ്വസിക്കാം.